നടി കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. രോഗബാധിതയായി ചികിത്സയിലായിരുന്നു. നാടകത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാറിന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ വൈകുന്നേരത്തോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വലിയ നഷ്ടങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് സംവിധായകൻ ഹരികുമാർ നമ്മോട് വിട പറഞ്ഞു. ഒപ്പം അതിനുശേഷമാണ് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നത്. അസുഖബാധിതയെ ചികിത്സയിലായിരുന്ന നടി കനകലതയുടെ മരണവും സ്ഥിരീകരിക്കുന്നു. അതെ, ഉറപ്പായും ഇന്ന് വേദനകളുടെ ദിവസമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഹരികുമാറിന്റെ മരണം തിരുവനന്തപുരത്ത് ഇന്ന് 5:30യോടെയാണ് സംഭവിച്ചത്. വൈകാതെ അല്പം മുൻപ് നടി കനകലത കൂടി മരിച്ചു എന്ന വിവരം പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് മുഖങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉളവാക്കുന്ന, സങ്കടം ഉളവാക്കുന്ന കാര്യം. ഈ കനകലത നമുക്കറിയാം വലിയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് ചെറിയ റോളുകളിലാണ് എത്തുന്നതെങ്കിൽ കൂടി മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അഭിനയമാണ് കനകലതയുടേത് എന്ന് പറയേണ്ടി വരും. മറവി രോഗമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക അവശതകൾ അവസാന ഘട്ടത്തിൽ കനകലതയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിലാണ്, സ്വന്തം വസതിയിലാണ് മരണം സംഭവിച്ചത്. 63 വയസ്സായിരുന്നു പ്രായം. 90കളിൽ പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെയും കനകലത ഇല്ലാത്ത സിനിമകൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറവി രോഗം, ഒപ്പം പാർക്കിൻസൺസ് രോഗം ഉണ്ടായിരുന്നു കനകലതയ്ക്ക്. അതിൻ്റെ ശാരീരിക അവശതകളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നു. ഈ കോവിഡിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുകളിലേക്ക് പോയത് എന്ന് കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് കനകലത എത്തിപ്പെടുന്നത്. 350-ലധികം സിനിമകൾ കനകലത അഭിനയിച്ചു. ടെലിവിഷൻ സീരിയലുകളും ഒട്ടനവധി ടെലിവിഷൻ സീരിയലുകളും അഭിനയിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ മകൻ, ജാഗ്രത, കിരീടം, എൻ്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണ് സത്യം, ആദ്യത്തെ കൺമണി, തച്ചോളി, വർഗീസ് ചേകവർ എന്ന് തുടങ്ങി 350-ലധികം സിനിമകളിൽ അഭിനയിച്ചു. 90കളിൽ പ്രധാന കനകലതയുടെ ഒരു മുഖം ഉണ്ടായിരുന്നു. പലപ്പോഴും അഭിനയ മികവിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്ന നടി എന്ന് പലപ്പോഴും നമ്മെ തോന്നിപ്പിച്ച നടിയാണ് കനകലത. കനകലതയ്ക്ക് മറവി രോഗം, ഒപ്പം പാർക്കിൻസൺസ് രോഗങ്ങളുണ്ടായിരുന്നു. ഈ രോഗത്തിൻ്റെ അവശതയിൽ കഴിയുകയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. 63 വയസ്സാണ് പ്രായം. തിരുവനന്തപുരത്തെ വസതിയിലാണ് അല്പം മുൻപ് മരണം സംഭവിച്ചത്. വിനീത.